മോർണിംഗ്. അപ്പോൾ നമ്മുടെ ബാലക്കുട്ടിയുടെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓഗസ്റ്റ് 10 സൺഡേ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ അത് തന്നെ വരുന്നു. എന്നിട്ട് നോമിനേഷനിൽ എല്ലാവരെയും എണ്ണിപ്പിച്ച് നിർത്താണ്. അതിൽ ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾ ഔട്ടാവോ ഇന്നാവോ എന്നൊക്കെ. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യ, അനുമോള്, ശാരിക, രേണു, രഞ്ജിത്ത്, നെവിൻ, ആര്യൻ ഇത്രയും പേരാണ് നോമിനേഷനിലുള്ളത്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ ശേഷം ലാൽസ് അത് പറയാണ്, എന്താണ് രഞ്ജിത്തിന് എൻ്റെ അടുത്തേക്ക് വരാറുള്ളത്. എല്ലാവരും ഷോക്കായി. പെട്ടെന്ന് രഞ്ജിത്ത് ആരോടും അധികം ഒന്നും പറയാതെ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയാണ്, എല്ലാവരും യാത്ര പറഞ്ഞിട്ട് വരുമ്പോൾ ജസ്റ്റ് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് രഞ്ജിത്ത് പുറത്തേക്ക് പോവുകയാണ് പെട്ടെന്ന്. പിന്നീട് ഷാനവാസിനോടും മനീഷിനോടും സ്റ്റോർ റൂമിൽ വെച്ചിട്ടുള്ള പരാതിപ്പെട്ടി എടുത്തിട്ട് വരാൻ പറയാം. അതിൽ ഒരു പെട്ടെന്ന് വെച്ചാൽ അനീഷിന് മാത്രമല്ല കണ്ടസ്റ്റൻസ് ചെയ്തിട്ടുള്ള പരാതികൾ ഒന്നിൻ്റെ അകത്ത് മാത്രം ബിഗ് ബോസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് വരുന്നത് ആദില, നൂറയും അനീഷുമായിട്ടുള്ള വഴക്ക്. അതായത് അവരുടെ ഒരു കംപ്ലൈൻറ്റ് ബോക്സിലിട്ട് ആ പരാതിനെ കുറിച്ചും പിന്നെ അതിന് എക്സ്ട്രാ ആയിട്ടുള്ള ചെറിയ ഡൈനിങ് റൂമിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു ചർച്ചയെക്കുറിച്ചും വീഡിയോ കാണിച്ചും രാവിലെ സംസാരിക്കുന്നുണ്ട്. അവരായിട്ടത് പ്രശ്നം പരിഹരിക്കാൻ പറയുന്നുണ്ട്. പിന്നീട് വരുന്നത് എന്താണ്, ഓരോരുത്തരായിട്ട് അന്വേഷണത്തെ കുറിച്ച് പരാതികൾ എഴുതുക. ഓരോരുത്തരായിട്ട് ചോദിക്കുകയാണ്. അഭിലാഷൻ, അപ്പാടി, ശരത്ത്, ശൈത്യ, ബിന്നി, ശാരിക, അനുമോള് എല്ലാവരും അന്വേഷണത്തിനായിട്ട് തന്നെയാണ് ഈ പറയുന്ന എന്താണ് പരാതി ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാലേട്ടൻ എല്ലാവരും പക്ഷെ പറയുന്നത് ഒറ്റ കാര്യങ്ങളും, എല്ലാവരും ഗെയിം കളിക്കാൻ വന്നതാണ്. നിങ്ങൾ അയാൾ പ്രൊവോക്ക് ചെയ്താൽ നിങ്ങൾ അതിനനുസരിച്ച് അയാളെ എങ്ങനെ എതിർക്കണം അല്ലെങ്കിൽ എങ്ങനെ എഗേൻസ്റ്റ് കളിക്കണം എന്ന് നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അയാൾ ഒരിക്കലും ഗെയിം കളിക്കില്ല എന്ന് ലാലേട്ടൻ വീണ്ടും വീണ്ടും കണ്ടസ്റ്റൻസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അറിയില്ല, നമുക്കിനി അങ്ങോട്ടുള്ള ഗെയിം അവരുടെ എങ്ങനെയാവും നമുക്ക് നോക്കാം. പിന്നെ വരുന്നത് അനുമോള് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ളത് ഇത് ഇടയ്ക്ക് പറയുന്നുണ്ടെന്നും. അപ്പോൾ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അനുമോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ, ഒരിക്കലും അക്ബർ എന്നെ മോശം രീതിയിൽ നോക്കി എന്നുള്ളതാണ്, ഒരു ദേഷ്യത്തോടുള്ള നോട്ടമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നും അനുമോൾ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്നത് ഒനിയലും മിന്നിയുമായിട്ടുള്ള ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അവിടെ ലാലേട്ടൻ ഉന്നയിക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് എന്താണ്, അതിനിടയിൽ ഓരോരുത്തരായിട്ട് ലാലേട്ടൻ സേവ് ആക്കുന്നുണ്ട്. പിന്നെ ഷാനവാസും ജിസലും തമ്മിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ആപ്പുകൻ്റെ പുള്ളിൽ പുറത്തുനിന്നുള്ള ടാസ്കിൻ്റെ അതും അവരെ പറഞ്ഞ് സംസാരിക്കുന്നു. പിന്നീട് വരുന്നത് അനീഷ് അനുമോളെ കുറിച്ചുള്ളത് പരാതിയാണ് അതിലിട്ടിട്ടുണ്ടായിരുന്നത്. അതും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ജയിൽ നോമിനേഷനുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നുള്ള ജയിൽ നോമിനേഷനിൽ വന്നിട്ടുള്ള അനുമോളുടെ ശരത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചോദിക്കും. നന്നായിട്ട് തന്നെയാണ് പോയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ്. അപ്പോൾ അനീഷ് പറയാൻ ഇവർ ചെയ്യുന്നു എല്ലാ ദിവസവും എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്ത് പുറത്തേക്ക് പോയിട്ടുണ്ട്, ആ ബാത്റൂമിൽ പോയി കിച്ചണിൽ പോയി ഒളിച്ചെന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ അനീഷ് ഉന്നയിക്കുകയാണ്. പിന്നീട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മൾ കാണുന്നത്, എവിക്റ്റായ രഞ്ജിത്തിനെ വേദിയിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് രഞ്ജിത്തിനോട് പറയുന്നത്, അതാണ് മെയിൻ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് രഞ്ജിത്തിനെ പറ്റി പരാതി ചെയ്ത് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ആദ്യമേ പറയുന്നുണ്ടായിരുന്നു, ഒരു ഏജന്റ് ഒരു ഇതെടുത്തിട്ട് അതാണ് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ റെനയുടെ പരാതി എന്താണെന്ന് ലാസ്റ്റ് ചോദിക്കുക. അപ്പോൾ തന്നെ പറയാൻ എപ്പോഴും എന്നെ കാണുമ്പോൾ രഞ്ജിത്താറിന് ഒരു എന്താ പറയുക, എന്നെ ഒഴിവാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ എന്ന രീതിയിൽ കാണുന്നു എന്ന് പറയുമ്പോൾ രഞ്ജിത്ത് പറയുകയാണ്, ഒരിക്കലും ഞാനങ്ങനെ ഇറിറ്റേഷൻ ആയിട്ടല്ല, ഞാൻ ആദ്യ ദിവസങ്ങളിൽ റെനയെ പ്രായം കുറഞ്ഞ വ്യക്തി എന്ന രീതിയിൽ ഒരു വാത്സല്യത്തോടെ പരിഗണിച്ചു. പക്ഷെ അത് അവൾക്കൊരു എന്താ പറയുക, ഒരു ഇഷ്ടക്കേടുണ്ടായി. അപ്പോൾ പിന്നീട് ഞാൻ എൻ്റെ പരമാവധി അവളിൽ നിന്നും വിട്ടുമാറിയ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതി ഒഴിഞ്ഞു മാറുകയാണെന്നുള്ള കാര്യം ലാസ്റ്റ് സാറിനോട് രഞ്ജിത്ത് പറയുകയാണ്. അതിനുശേഷം ലാൽ സാറ് പറയുന്നത്, രഞ്ജിത്തിന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പരാതിയാണ്, ഞാനത് വായിക്കാമെന്ന് പറഞ്ഞ് രഞ്ജിത്തിൻ്റെ ലെറ്റർ എടുത്ത് വായിക്കാനും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്, ലാൽ സാറിനോട് പറയാൻ മാത്രം എനിക്ക് യാതൊരുവിധ പരാതിയും ഇല്ല എന്നുള്ളത്. അപ്പോൾ ലാൽ സാറ് പറയുന്നത് കാരണം എത്ര മനോഹരമായ പരാതി എന്നുള്ളത് സത്യമാണ്. ആ ഒറ്റ ഒരു തത്വം അദ്ദേഹത്തിൻ്റെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഫാനായി മാറിയിട്ടുണ്ടാവും. പിന്നെ ലാലേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയ വിശാലതയ്ക്ക് മുന്നിൽ എല്ലാവരുടെയും കയ്യടി നേടിക്കൊണ്ടേ ഞാൻ അദ്ദേഹം ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെ എത്തട്ടെ. അത് കഴിഞ്ഞ് അദ്ദേഹം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുകയാണ്. പിന്നെ നമ്മൾ കാണുന്ന സീൻ എന്ന് വെച്ചാൽ അന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ പോവുകയാണ്, നെക്സ്റ്റ് വീക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ തിരിച്ച് നൽകണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ലാസ്റ്റ് ടൈം ആദില, മറിയും അനീഷും ആ ഒരു
നേരത്തെ ഉണ്ടായ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് ഒത്തുതീർപ്പാക്കുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്ന സീൻ. പിന്നെ വരുന്നത് ഇന്നത്തെ ഒരു പ്രൊമോ ആണ്. വന്നടിയാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടെത്തുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാവും എപ്പിസോഡിൽ എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് റിവ്യൂ ആയിട്ട് മാളക്കുട്ടി വരുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു. അപ്പോൾ മാളക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.